നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ ബഹളം, ചോദ്യങ്ങൾ വെട്ടിക്കുറച്ചതിലും പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യോത്തരവേള തുടങ്ങുന്ന ആ ഒരു സമയത്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ബഹളമുണ്ടായിരുന്നത്. ചോദ്യങ്ങൾ വെട്ടിക്കുറച്ചതിലും പ്രതിപക്ഷം അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത്. വിനീഷ് ശരിയാണ് വിശദാംശങ്ങളുമായി. വിനീഷ്, നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി, ചോദ്യങ്ങൾ വെട്ടിക്കുറച്ചതിലും പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. തീർച്ചയായിട്ടും ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് ഇപ്പോൾ പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സഭ ബഹിഷ്കരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമായും നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ അടക്കമുള്ളവയിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ചോദ്യങ്ങൾ മാറ്റിവെച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ വിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ സ്പീക്കർ പ്രതിപക്ഷത്തോട് കയർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പ്രതിപക്ഷവും തിരിച്ച് നടുത്തളത്തിലിറങ്ങി സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രധാനമായും ADGP MR അജിത് കുമാറിനെതിരായ വിവാദവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിരുന്നു പ്രതിപക്ഷത്തു നിന്ന് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ പ്രധാന ചോദ്യമായി ഉന്നയിച്ചിരുന്നിട്ട് പോലും ഈ ചോദ്യങ്ങൾ സഭയ്ക്കുള്ളിൽ ഉയർത്താൻ പ്രതിപക്ഷത്തിന് അനുമതി സർക്കാർ നൽകിയില്ല, സഭ നൽകിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യം, തുടർന്ന് പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധമുയർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും നിലവിൽ ചോദ്യോത്തര വേളയ്ക്കുള്ള നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ വിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തങ്ങൾ ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം പ്രതിപക്ഷ അംഗങ്ങളും ഒപ്പം പുറത്തേക്ക് ഇറങ്ങുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും സഭയ്ക്കുള്ളിൽ വലിയ രീതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തി സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ആക്ഷേപങ്ങൾ ഉയർത്താനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ചോദ്യോത്തര വേളയിൽ തന്നെ പ്രധാന ചോദ്യങ്ങളായി ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി ഉന്നയിച്ചിരുന്ന പ്രധാന ചോദ്യങ്ങൾ ഇതായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ADGP MR അജിത് കുമാറിനെതിരായ പരാമർശം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ റിപ്പോർട്ടുകളിലെ അപാകത എന്നിവ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷത്തെ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഭരണപക്ഷത്തിനെതിരെ വലിയ പ്രതിസന്ധി ഉയർത്താനുള്ള ശ്രമമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് സ്പീക്കറുടെ ഒരു നിർദ്ദേശപ്രകാരം നീക്കം ചെയ്താണ്. സ്പീക്കറാണ് ഇതിന്റെ പരമാധികാരി, ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കുക എന്ന നിലപാട് സ്പീക്കർ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് സഭയിൽ രൂക്ഷമായ വിമർശനമുയർത്തി. തുടർന്ന് സ്പീക്കർ ഇവിടെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യം സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ചു എന്ന അപക്വമായ നിലപാട് സ്പീക്കർ എടുത്തു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സഭ വിട്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ചില ഘട്ടങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയും ഈ വിഷയങ്ങളിൽ മറുപടി പറയാൻ ഇടവന്നു. പ്രത്യേകിച്ച് സ്പീക്കർക്കാണ് ഈ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ മാറ്റാനുള്ള അധികാരമുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി സഭയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. എന്തായിരുന്നാലും ചോദ്യങ്ങൾക്കുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ പ്രതിപക്ഷം സഭ വിട്ട് ചോദ്യോത്തരവേളയിൽ നിന്ന് ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സുരേഷ്, നിയമസഭയിൽ നിന്നും വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.